ഒന്ന് ഉടുപ്പ് മാറ്റിയോ അതിന്റെ ഇടയ്ക്ക്? ഓ ഇരിക്കണൊക്കെ കണ്ടാ തോന്നുന്നുണ്ട് ചുമടെടുക്കാൻ പോയിട്ട് വന്നിരിക്കണ പോലെ ഉണ്ട്. എടി അതിലും വലിയ അധ്വാനം ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞത്. ഈ പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാലേ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു ഭയങ്കര അധ്വാനമാണ്. അത് ചെയ്യാൻ ഇറങ്ങുമ്പോഴേ അറിയാൻ പറ്റും. കേട്ടിട്ടുണ്ട്. ആ പാർട്ടി ഓഫീസിൽ പോയിരുന്ന ആ മണ്ടന്മാരോട് നോണ പറഞ്ഞോണ്ടിരിക്കണല്ലേ മാനസികവും ശാരീരികവുമായിട്ടുള്ള അധ്വാനം. ഇന്നുണ്ടല്ലോ ഞാൻ ചോറ് പോലും കഴിച്ചിട്ടില്ല. അയ്യോ സാധാരണ മറ്റേ മീൻ വറുത്തതിന്റെ പൊടിയും കൂടി ചോറിനാണല്ലോ. എന്ത് പറ്റി? ഇന്ന് കഴിക്കാൻ പറ്റില്ലേ? ഇന്ന് കുറെ തിരക്കിട്ട പ്രശ്നങ്ങളായി പോയി. നമ്മുടെ പാർട്ടിയിലെ ഒരു പ്രവർത്തകന്റെ പെങ്ങളെ ഒരു ഓട്ടോ ഡ്രൈവർ എന്തോ മോശമായിട്ട് പറഞ്ഞെന്നോ, പിന്നെ അവൻ എടുത്തിട്ട് അങ്ങോട്ട് തല്ലി, പിന്നെ കൂട്ടത്തല്ലായി, ആകെ ഇടങ്ങാറായി. എനിക്കാ പള്ളിക്കെന്ന് പറഞ്ഞാൽ മതി. തല്ലുന്ന അവിടെ എഴുതി കാണിച്ചപ്പോ തന്നെ ഞാൻ മുങ്ങി. അറിയാലോ മിടുക്കനാ ആ കാര്യത്തിലൊക്കെ. നമ്മുടെ അന്ന് ക്ലാര ചേച്ചിക്ക് ഉണ്ടായ പോലെയല്ലേ വന്ന് ഒരാൾക്കും പെണ്ണുങ്ങൾക്കൊന്നും വിശ്വസിച്ച് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. അത് എല്ലാരും ഒന്നും അങ്ങനെയൊന്നുമല്ലോ. 1-2 കുറെ കൊള്ളരുതാത്തവന്മാരുണ്ട്. അത് മതി ബാക്കിയുള്ളവർക്കൊന്നും ചീത്തപ്പേരുണ്ടാക്കാനേ. നിങ്ങൾ ഈ മീറ്റിംഗ് ഒക്കെ കൂടുന്നതായിട്ട് ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഒരു പ്രതിവിധി ഉണ്ടാക്കുക ക്ലീറ്റോ? നമ്മുടെ നാട്ടിൽ ഇനി ഇതൊക്കെ എത്ര ചെയ്താലും നന്നാവൂല. കുറെ എണ്ണം കാണും എല്ലായിടത്തും ഇങ്ങനെ നന്നാവാത്തത്. പിന്നെ വെള്ള ഷർട്ടൊന്നും കഴുകിയിട്ടേക്കണേ. എന്തിന്? നാളെ ഇച്ചിരി ആവശ്യമുണ്ട്. ആ പഴയതിട്ടുണ്ട് പോയാ മതി. അത് ശരിയാവില്ല. അതെനിക്ക് പാകം കിട്ടണില്ല. ഇത് പിന്നെ എന്ന് പറഞ്ഞാ വേണ്ട വരുന്ന +2കാരി +2കാരി പെണ്ണേ നിൻ കണ്ണിന് നീല കണ്ണേ. ചന്തിക്ക് ഇന്ന് നല്ല വീക്ക് കിട്ടിയിട്ടുണ്ട്. മിക്കവാറും അത് മാത്സിനായിരിക്കും. അതെ ഈയിടെയായിട്ട് നിന്റെ ശ്രദ്ധ ഇച്ചിരി കുറയുന്നുണ്ട് കൊച്ചിന്റെ പഠിത്ത കാര്യത്തിൽ കേട്ടോ. അത് ഇവിടുന്ന് ഹോംവർക്കൊന്നും എഴുതാതെ നേരെ ചെല്ലും, അവിടെ നിന്ന് ടീച്ചറിനെ തല്ലും മേടിച്ചോണ്ട് വരും. എനിക്ക് അതിന്റെ ഈ ഇങ്ങനത്തെ മോഹം കണ്ട സഹിക്കുമല്ലോ കേട്ടോ. എന്നാ പോയി ഇങ്ങനെ അങ്ങ് പിടിച്ചു കൊടുക്ക്. ഈ ഞാൻ എപ്പോഴും വിഷമിപ്പിക്കണം. എന്താ പറഞ്ഞേ? ആ പാടെ ഒരെണ്ണേ ഉള്ളൂ. ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് വിഷമിക്കുമ്പോൾ മറ്റൊന്ന് ചിരിക്കണം. ശരിയാവില്ല. ഹലോ വയർത്തൊഴിച്ച് സോക്സും മാറിയിട്ടില്ല, ഒന്നും മാറിയിട്ടില്ല. വന്ന് കിടക്കണുണ്ടടി തക്കളി. എഴുന്നേറ്റേ വന്നേ. ബോധം കിട്ടുപോയിന്ന് തോന്നുന്നില്ല. എവിടെയാണ് അടി കിട്ടിയത്? അടി കിട്ടിയിട്ടുണ്ട്. എന്നേക്ക് ഉടുപ്പ് മാറ്. നിനക്ക് കഴിക്കാനൊന്നും വേണ്ടേ? എനിക്ക് വിശക്കണില്ല. ഓ വിശക്കണില്ല. കുറച്ച് കഴിയുമ്പോ വിശക്കണമെന്നും പറഞ്ഞു വരുവോ? അമ്മ ഒന്ന് പോവാ, എനിക്ക് ഉറങ്ങണം. ഉറങ്ങിക്കോ. വിശക്കണമെന്ന് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാധനം തരില്ല ഞാൻ. ഒന്നും കൂടി വേണമെങ്കിൽ നിർബന്ധിക്കാം.